സൈനിക വ്യാവസായിക സഹകരണം മുതൽ മുൻകാല കയറ്റുമതി വർദ്ധിപ്പിക്കുക, സംയുക്തമായൊരു ഹെലികോപ്റ്റർ എഞ്ചിൻ നിർമ്മിക്കുക, അധിക പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കുക, ഭാവിയിലേക്കുള്ള നേട്ടങ്ങൾക്കായി സംയുക്ത ഉപഗ്രഹ വിക്ഷേപണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ഉൾപ്പെടുത്തി ഇന്ത്യയും ഫ്രാൻസും തങ്ങളുടെ ഇന്തോ പസഫിക് സുരക്ഷ, പ്രതിരോധം, ബഹിരാകാശ ബന്ധം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാൻ തീരുമാനിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഈ ധാരണയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം ഇരുപക്ഷവും തന്ത്രപ്രധാന മേഖലകളിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടിക്കായി ന്യൂഡൽഹി സന്ദർശിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിലെ രണ്ടാം തവണത്തെയും മാക്രോണിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നിർണായകമായ മേഖലകളിലെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ പ്രധാന സ്തംഭമായും തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും തന്ത്രപരമായ സ്വയംഭരണവും ശക്തിപ്പെടുത്തുന്നതിനും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം പുരോഗമിപ്പിക്കുന്നതിനുള്ള ഉറവിടവുമായും ഈ പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തത്തെ മാക്രോണും മോദിയും അംഗീകരിച്ചു. തങ്ങളുടെ ഉഭയകക്ഷി യോഗങ്ങൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചുള്ള തങ്ങളുടെ പങ്കിട്ട കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. അതോടൊപ്പം തങ്ങളുടെ പരമാധികാരവും തന്ത്രപരവുമായ താൽപര്യങ്ങൾക്കുമുള്ള മേഖലയുടെ പ്രാധാന്യവും ഇരു നേതാക്കളും ഊന്നി പറഞ്ഞു. സ്വതന്ത്രവും തുറന്നതും സുരക്ഷിതവും സമാധാനപരവുമായി ഇന്തോ പസഫിക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മേഖലയിലെ തങ്ങളുടെ പങ്കാളിത്തത്തിന്റെ നിർണായക പങ്ക് ഇരു നേതാക്കളും അംഗീകരിച്ചു. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആക്രമണപരവും വിപുലീകരണപരവുമായ പദ്ധതികളെ ചെറുക്കുന്നതിനുള്ള ഒരു മികച്ച തന്ത്രമായി ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു. ഇന്ത്യയും ഫ്രാൻസും 2023 ജൂലൈയിൽ ചൈനയ്ക്കെതിരായ ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിന് സമഗ്രമായൊരു റോഡ് മാപ്പിൽ ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയുമായി മാത്രമല്ല, ഫിലിപ്പൈൻസ് പോലെയുള്ള മറ്റു രാജ്യങ്ങളുമായും ചൈന സൈനിക വിപുലീകരണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്പാട്ലി ദ്വീപിന്റെ ഭാഗമായ സെക്കൻഡ് തോമസ് ഷോളിന്റെ അവകാശവാദത്തിന്റെ പേരിൽ ചൈന ഈ അടുത്ത കാലത്ത് ഫിലിപ്പൈൻസിനോട് ആക്രമണപരമായി പെരുമാറിയിരുന്നു. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്റലിജൻസ് ആൻഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് മുതൽ സൈനികാഭ്യാസങ്ങൾ വരെയുള്ള എല്ലാ ഡൊമെയിനുകളും മുതൽ പ്രതിരോധോപകരണങ്ങളുടെ വാങ്ങൽ വരെ നീളുന്നു. 2023 ഒക്ടോബറിൽ നടന്ന ഇരു രാജ്യങ്ങളുടെയും മാരിടൈം കോപ്പറേഷൻ ഡയലോഗിന് ശേഷമുള്ള അവരുടെ ഏറ്റവും പുതിയ മീറ്റിംഗിൽ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും പരസ്പര പ്രവർത്തനക്ഷമതയും മോദിയും മാക്രോണും തിരിച്ചറിഞ്ഞു. മറ്റ് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി കൈകോർത്ത് പ്രത്യേകിച്ച് സമുദ്രമേഖലയിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യാവസായിക മേഖലകൾ തമ്മിലുള്ള സംയോജനം കൂടുതൽ ആഴത്തിലാക്കാനും പ്രതിരോധാവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ലക്ഷ്യത്തോടെ കോ ഡിസൈൻ, കോ ഡെവലപ്മെന്റ്, കോ പ്രൊഡക്ഷൻ എന്നിവയ്ക്കുള്ള അവസരങ്ങൾ തിരിച്ചറിയാനായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും പ്രതിജ്ഞാബദ്ധരായി. ഇന്ത്യൻ സായുധ സേനയ്ക്ക് മാത്രമല്ല, മറ്റ് സൗഹൃദ രാജ്യങ്ങൾക്കും ആയുധ വിതരണത്തിന്റെ പ്രായോഗികവും വിശ്വസനീയവുമായ ഉറവിടം നൽകുന്നതിനും ഈ നീക്കം ഗുണകരമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 2025ഓടെ $25 ബില്യൺ സൈനിക ഉൽപാദനവും $5 ബില്യൺ ആയുധ കയറ്റുമതിയും ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക ശേഷിയും കഴിവും ഉയർത്തുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഡിസൈൻ ഘട്ടം മുതലുള്ള പ്രതിരോധ വ്യാവസായിക സഹകരണം ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, നരേന്ദ്രമോദിയുടെ സ്വാശ്രയ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു. മാത്രമല്ല, 2047 വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനെ സാക്ഷാത്കരിക്കുന്നതിന് ശാസ്ത്ര, സാങ്കേതിക, ഡിജിറ്റൽ, മെറ്റീരിയൽ സയൻസ് മേഖലകളിലെ വിശാലമായ പുരോഗതിയെ ഈ നീക്കം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മോദിയും മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ഫ്രാൻസും പ്രതിരോധ വ്യവസായ റോഡ് മാപ്പ് അംഗീകരിച്ചുവെങ്കിലും ഈ റോഡ് മാപ്പിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഫ്രാൻസിന്റെ സാഫ്രാനും ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള കോംബാറ്റ് ജെറ്റ് എയ്റോ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള സഹകരണം, സിവിൽ ലീപ്പ് എയ്റോ എഞ്ചിനുകൾക്കും റഫാലിന്റെ കോംബാറ്റ് ജെറ്റ് എയ്റോ എഞ്ചിനുകൾക്കുമുള്ള മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സൗകര്യങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയ മേഖലകൾ ഇത് ഉൾക്കൊള്ളുമെന്നും സൂചനയുണ്ട്. ഇന്ത്യയിൽ സിംഗിൾ എഞ്ചിൻ H-125 സിവിലിയൻ ഹെലികോപ്റ്ററുകളുടെ അസംബ്ലി ആരംഭിക്കുന്നതിന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവുമായി സഹകരിക്കാനുള്ള എയർബസിന്റെ തീരുമാനവും ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ സ്വാശ്രയ തന്ത്രത്തിനനുസൃതമായി ഇന്ത്യയിൽ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ സ്വകാര്യ മേഖലാ കമ്പനികളായി ഈ രണ്ട് കമ്പനികളും മാറും. എയർബസിന്റെ യൂറോപ്യൻ അസംബ്ലി പ്ലാന്റുകൾക്കായി ഇന്ത്യയിൽ നിന്നും എയർക്രാഫ്റ്റ് ഭാഗങ്ങൾക്കായി ഓർഡറുകൾ നൽകാനും എയർബസ് തീരുമാനിച്ചിരിക്കുന്നു.
രണ്ട് കമ്പനികളും ലൊക്കേഷൻ തീരുമാനിച്ചതിന് ശേഷം 24 മാസത്തിനുള്ളിൽ H-125കൾക്കായുള്ള അന്തിമ അസംബ്ലി ലൈൻ തയ്യാറാകുകയും ഇന്ത്യയിൽ നിർമ്മിച്ച ഹെലികോപ്റ്ററുകൾ 2026 മുതൽ പുറത്തിറങ്ങുകയും ചെയ്യും. C-295 മിലിറ്ററി കാർഗോ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ എയർബസും ടാറ്റയും ഇതിനോടകം തന്നെ പങ്കാളിത്തത്തിലാണ്. 56 C-295 വിമാനങ്ങളിൽ 40 ഇന്ത്യൻ വ്യോമസേനയുടെ ഓർഡർ അനുസരിച്ച് ഗുജറാത്തിലെ വഡോദരയിലെ ഫൈനൽ അസംബ്ലി ലൈനിൽ നിർമ്മിക്കും. ഓർഡർ ചെയ്തിരിക്കുന്ന 56 വിമാനങ്ങളിൽ ആദ്യത്തെ 16 C-295 വിമാനങ്ങൾ സ്പെയിനിലെ സെവില്ലയിലെ സാൻ പാബ്ലോ സുർ സൈറ്റിൽ അസംബ്ലി ചെയ്യുമെന്നും രണ്ടാമത്തെ വിമാനം 2024 മെയ് മാസത്തിൽ ഡെലിവറി ചെയ്യുമെന്നും അടുത്ത 14 2025 ആഗസ്റ്റ് വരെ മാസത്തിൽ 1 എന്ന നിരക്കിൽ പുറത്തിറക്കുമെന്നും 2023 സെപ്റ്റംബറിൽ C-295കളിൽ ആദ്യത്തേത് ഇന്ത്യയിലെത്തിച്ചപ്പോൾ എയർബസ് വ്യക്തമാക്കിയിരുന്നു. ഹൈദരാബാദിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കേന്ദ്രത്തിലെ വിമാന ഘടകങ്ങളുടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഭാഗങ്ങൾ 2024 നവംബറോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വഡോദര FALലേക്ക് അയക്കും. ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിന്റെ നാഴികക്കല്ലായ വഡോദര FALൽ നിന്നും ആദ്യ മേക്ക് ഇൻ ഇന്ത്യ C-295 വിമാനം 2026 സെപ്റ്റംബറിൽ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ പ്രാദേശികവൽക്കരണത്തിന് പുറമെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സാഫ്രാനും തമ്മിൽ ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ എഞ്ചിനായുള്ള സംയുക്ത സംരംഭവുമായുള്ള സമഗ്രമായ ഹെലികോപ്റ്റർ പങ്കാളിത്തവും പ്രഖ്യാപിച്ചു. 2023 ജൂലൈയിൽ മോദി ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് 3 അധിക സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വർഷത്തെ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയുടെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ പ്രാദേശികവൽക്കരണം മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അതായത് ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ MDL ഇതിനോടകം തന്നെ നിർമ്മിക്കുന്ന 6 അന്തർവാഹിനികൾക്ക് പുറമെയുള്ള 3 അധിക അന്തർവാഹിനികളെപ്പറ്റി ഈ പ്രസ്താവനയിൽ പരാമർശിക്കുന്നില്ല. സഹകരണത്തിനായി ഇരു രാജ്യത്തിന്റെയും പ്രതിരോധ ഗവേഷണ ഏജൻസികളായ DRDOയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആർമമെന്റും തമ്മിലുള്ള ഒരു ധാരണാപത്രത്തെപ്പറ്റിയും ഇന്ത്യയും ഫ്രാൻസും ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. രണ്ട് നേതാക്കളും ഈ കരാർ നേരത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശം പ്രകടിപ്പിച്ചുവെങ്കിലും എപ്പോൾ ഈ ധാരണാപത്രം ഒപ്പുവെക്കുമെന്ന് ഇതുവരെയും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയും ഫ്രാൻസും ഇതിനോടകം തന്നെ ബഹിരാകാശ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ബഹിരാകാശ മേഖലയിലെ ബന്ധം 6 പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ബഹിരാകാശ സഹകരണത്തിന്റെ എല്ലാ മേഖലകളിലും തന്ത്രപരമായ മാർഗനിർദ്ദേശവും ദിശാസൂചനയും നൽകിക്കൊണ്ട് തങ്ങളുടെ സഹകരണം ഒരു പരിധിവരെ ഉയർത്തുന്നതിനായി 2023 ജൂണിൽ ഇരു രാജ്യങ്ങളും സ്ട്രാറ്റജിക് സ്പേസ് ഡയലോഗ് സ്ഥാപിച്ചു. ഉപഗ്രഹങ്ങളുടെയും പേലോഡുകളുടെയും നിർമ്മാണം, വിക്ഷേപണം, പുതിയ വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യയിലെ ഗവേഷണം, സഹവികസനം, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ തങ്ങളുടെ രാജ്യങ്ങളുടെയും മാനവികതയുടെയും ഗ്രഹത്തിന്റെയും പ്രയോജനത്തിനായി ബഹിരാകാശ സഹകരണം കൂടുതൽ വിപുലീകരിക്കാൻ ഇന്ത്യയും ഫ്രാൻസും ഇത്തവണ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായി രണ്ട് രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകളെയും ഉപയോക്താക്കളെയും പരസ്പരം ബന്ധിപ്പിക്കാനും ഇന്ത്യയും ഫ്രാൻസും പദ്ധതിയിടുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ന്യൂ സ്പേസും ഫ്രാൻസിന്റെ ഏരിയൻ സ്പേസും ഉപഗ്രഹ വിക്ഷേപണ ദൗത്യങ്ങളിൽ ദീർഘകാല പങ്കാളിത്തം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും പ്രതിരോധ ബഹിരാകാശ സഹകരണത്തിനുള്ള ലെറ്റർ ഓഫ് ഇന്റന്റ് ഒപ്പിടുകയും ചെയ്തു.